ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞുകൊണ്ടാടു പാമ്പേ, ആടു പാമ്പേ, പുനം തേടു പാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ദേഹം നിജമല്ല ദേഹിയൊരുത്തനി ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ, ആടു പാമ്പേ, പുനം തേടു പാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. എന്താണ് ഈ ഓം? എന്താണ് ഈ ദേഹി? എന്താണ് ആനന്ദക്കൂത്ത്? എന്താണ് പാമ്പ്? നമുക്ക് ഏതാനും വരികൾ, അതായത് ഗുരുവിൻ്റെ കുണ്ടലിനിപ്പാട്ട്, പാട്ടിൻ്റെ ഏതാനും ചില വരികളിൽ നിന്ന് ഒരു 4 വരികളാണ് ഞാനിത് പറഞ്ഞത്. അടുക്കിലുള്ള വരികളല്ല, കുറച്ച് വരികൾ. ഓം എന്നാൽ എന്താണ്? പ്രണവമന്ത്രം അല്ലേ? അപ്പം 1 കോടി ദിവാകരർ ഉദിച്ചുയരുന്ന ഇതാണ് ഓമം. അപ്പം പ്രണവമന്ത്രമാണ്. ഏതൊരു കാര്യത്തിനും ഒരു സൗണ്ട് ഉണ്ടാകും. നമ്മുടെ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ്. പ്രപഞ്ചം ഉണ്ടാവുന്നത് ഓംകാര ധ്വനിയോടുകൂടിയാണ്. നാസയുടെ കണ്ടുപിടുത്തമാണ്. അല്ലെങ്കിൽ നാസയ്ക്ക് മുമ്പും നമ്മുടെ ഋഷീശ്വരന്മാർ പ്രണവമന്ത്രം സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട്, അതായത് ഏതൊന്നിൻ്റെ സൗണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ സൗണ്ട്, ഭൂമി കറങ്ങുന്നതിൻ്റെ സൗണ്ട്, നമ്മുടെ 2 നാസാദ്വാരങ്ങളിലൂടെ നമ്മളെടുക്കുന്ന നിശ്വാസ വായുവിൻ്റെ സൗണ്ട്, ഇതെല്ലാം ഓമാണ്. ഓമെന്ന് പറഞ്ഞ സൗണ്ടാണ്. നമ്മൾ ഏത് സൗണ്ടും ടെക്നിക്കലി നമ്മൾ പരിശോധിച്ചാൽ അത് ഓമെന്ന് പറഞ്ഞ സൗണ്ടാണ്. അപ്പം കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. അപ്പം അങ്ങനെ ഓംകാരമായ പൊരുളാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ശ്വാസം, അല്ലെങ്കിൽ ആ പ്രണവമന്ത്രം. ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമാണത്, നാമെന്നറിഞ്ഞുകൊണ്ട് ആടു പാമ്പേ. പാമ്പ് എന്താണ്? അതായത് മെഡിക്കൽ സയൻസിനെ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഗുരു വർണ്ണിച്ചിരിക്കുന്നത്. 100 വർഷത്തിന് മുമ്പാണ് പിംഗള, നമ്മുടെ ഈ 2 നാസാദ്വാരങ്ങളിലൂടെയും പിംഗള എന്ന നാഡി സുഷ്മിനയുമായിട്ട് നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇടയും പിങ്കളയും ചേർന്ന് കിടക്കുന്ന 2 നാഡികളാണ്. അത് സുഷ്മിനയുമായിട്ട് കണക്റ്റഡാണ്. അതിൻ്റെ സിമ്പിളാണ് എല്ലാ ഡോക്ടേഴ്സിൻ്റെയും വണ്ടിയുടെ ബാക്കിലും ഹോസ്പിറ്റലുകളിലും എല്ലാം ഒരു പാമ്പ്, 2 പാമ്പുകൾ ചുറ്റിപ്പിടഞ്ഞ് ഒരു സ്റ്റെമ്മിലിങ്ങനെ നിൽക്കുന്നത് സൈൻ കാണാം. അതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സിംബോളിക്കാണ്. അതാണ് കുണ്ടലിനി പാട്ടിൽ ഗുരു വളരെ വ്യക്തമായി വർണ്ണിച്ചിരിക്കുന്നത്. കുണ്ടലിനി പാട്ട് എഴുതിയിട്ട് 100-ൽ പുറത്ത് വർഷമായി. അപ്പോൾ അത്രയ്ക്ക് വളരെ വിവരണാതീതമാണ്. വിവരണാതീതം എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ അതീതമായ വാക്കുകളിലാണ് ഗുരു ഈ കുണ്ടലിനി പാട്ട് എഴുതി വച്ചിരിക്കുന്നത്. ദേഹം നിജമല്ല ദേഹിയൊരുവനി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാടു പാമ്പേ എന്നാണ് പറയുന്നത്. ഈ 2 ഇടയും പിങ്കളയും സുഷ്മിനെയും, ഇതിനെക്കുറിച്ച് ഇടയും പിങ്കളയും എന്ന് പറഞ്ഞ നാഡികളെ പാമ്പിനോട് ഉപമിച്ചുകൊണ്ടാണ് ഗുരു ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് ഈ കുണ്ടലിനി പാട്ടെന്ന് പറഞ്ഞ കൃതി പഠിച്ചാൽ അത് അഗാധമായിട്ട് നമുക്കതിനെ അറിയേണ്ടവൻ അറിഞ്ഞാൽ കൊള്ളാം, അറിയേണ്ടാത്തവന് അറിയേണ്ട. അറിവ് ജ്ഞാനമാണ്. ജ്ഞാനം അറിവാണ്, പ്രകാശമാണ്, ബുദ്ധിയാണ്, ബോധമാണ്, എല്ലാമാണ് അറിവ്. ഇത്രയും മതി.